നല്ലോണമാക്കാൻ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഗമം സംഘടിപ്പിച്ചു. വെള്ളിനേഴി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പുളശ്ശേരി വെള്ളിനേഴി ഹൈസ്കൂളിലെ 1980-81 കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അവരവർ കൊണ്ടുവന്ന പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും അടങ്ങിയ സാധനങ്ങൾ പരസ്പരം കൈമാറി മാതൃകയായി. CK മണികണ്ഠന്റെ വീട്ടുമുറ്റത്ത് വെച്ച് നടന്ന ചടങ്ങിൽ OK ചന്ദ്രൻ അധ്യക്ഷനായി. വെള്ളിനേഴി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന്റെ പ്രത്യേകത അതെല്ലാരെയും മനുഷ്യരായി ഒന്നായി കാണുന്നു എന്നുള്ള. അറിയില്ല, ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോ വിചാരിച്ചെന്നോ അറിയില്ല, അപ്പൊ കേട്ടപ്പോ എനിക്കൊക്കെ തോന്നിയത് നമ്മൾ ഈ ഇരിക്കുന്നത് പോലെ യാഥാർത്ഥ്യമായിട്ടൊരു മഹാബലി കേരളം ഭരിച്ചെന്നു എന്ന് കേട്ടപ്പോ തോന്നി. പക്ഷെ അത് വിചാരിച്ചിട്ടുണ്ടാവില്ല. സത്യത്തിൽ മഹാബലിയുടെ കഥയും വാമനന്റെ കഥയുമൊക്കെ കഥകളാണ്, വളരെ മനോഹരങ്ങളാണ്. പക്ഷെ അതൊക്കെ നമ്മളിപ്പോ ഇരിക്കുന്നത് പോലെ, നമ്മൾ ഊണഴിച്ചത് പോലെ, ഇപ്പൊ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്യുന്ന പോലെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് എന്ന് തെറ്റിദ്ധരിച്ചാൽ നമ്മൾ കുഴപ്പത്തിലാവും. ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. വിഷ്ണുവിന്റെ എത്രാമത്തെ അവതാര വാമനൻ? എണ്ണാൻ നിൽക്കേണ്ട 5ാമത്തെ അല്ലേ? 5ാമത്തെ. പരശുരാമനോ? അത് കഴിഞ്ഞിട്ട് പിന്നെ 6ാമത്തെ. ആരാ കേരളം ഉണ്ടാക്കിയ കഥ? പരശുരാമൻ. കേരളത്തിലെ രാജാവിനെ ചവിട്ടി താഴ്ത്തിയ കഥ ആരുടെ? 5ാമത്തെ അവതാരം വന്ന് കേരളത്തിലെ രാജാവിനെ ചവിട്ടി താഴ്ത്തി. 6ാമത്തെ അവതാരം കടലില് മഴ എറിഞ്ഞിട്ട് കേരളം ഉണ്ടാക്കി. ഇതിൽ ആരാ വാപ്പ, ആരാ മോന്? ഞാൻ പറഞ്ഞു വരുന്നത് കഥകളാണ്. ഇതല്ല, കഥകളിൽ നമ്മൾ വാസ്തവം അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ യുക്തി, ജീവിതത്തിലെ യുക്തി. ഇപ്പോ ഇവിടെ ഈ കാലുണ്ടെങ്കിലേ ഇതിന്റെ മേൽപ്പര നിൽക്കും. ഇത് ജീവിത യുക്തിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു കാലും ഇല്ലാതെ ഒരു പെര നിൽക്കും. ഏതില്? നമ്മുടെ സങ്കല്പത്തിൽ. ഒരു തൂണും ഇല്ലാത്ത പിന്നെ മോന്തായാണ് പിന്നെ നമ്മുടെ ആകാശം എന്നുള്ള കടങ്കഥ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. കഥയില് ഈ ജീവിതത്തിന്റെ യുക്തിയല്ല, അത് കാവ്യത്തിന്റെ യുക്തിയാണ്. ചപ്പിലിയും മണ്ണാങ്കട്ടിയും കൂടിയും കാശിക്ക് പോവും കഥയിൽ. പക്ഷെ യഥാർത്ഥ ലോകത്തെ ചപ്പില കാറ്റ് വന്നാൽ പാറും, മണ്ണാങ്കട്ട അവിടെ കടക്കും. നടക്കാൻ വയ്യ അവർക്ക്. ഇതാണ് ജീവിതത്തിലെ യുക്തി. ഗോപാലകൃഷ്ണൻ, ബേബി മോൻ, ശിവരാമൻ, സുനിൽ, രാമചന്ദ്രൻ, വാസു, കൃഷ്ണനുണ്ണി, ചന്ദ്രൻ K, ലീല, ഇന്ദിര, CK മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തിന് ഇവിടെ ഒത്തുകൂടാൻ സാധിച്ചാൽ 81 ബാച്ചിന്റെ ഒരു മഹത്വം തന്നെയാണ്. കാരണം എല്ലാവർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കൂട്ടായ്മ ഇന്നും നിലനിൽക്കണം. അതിനെല്ലാവരും സഹകരണം ഇതുവരെയുണ്ട്, ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ 81 ബാച്ച് ഇത് മാത്രമല്ല, ഒരു കുറി നടത്തുന്നുണ്ട്. കുറി നമ്മൾ റിസ്വാലായിട്ടാണ്, ഒരു 12 മാസം കൊണ്ട് തീരുന്ന കുറിയാണ്. അതൊക്കെ ഈ നമ്മുടെ ഒരു കൂട്ടായ്മ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതേപോലെ ഇതിപ്പോൾ നമ്മൾക്കൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചക്കറി കിറ്റ് നമ്മളെല്ലാവരും സഹകരിച്ചുകൊണ്ട് എല്ലാവരും ഓരോ സാധനങ്ങൾ കൊണ്ടുവരിക, അതെല്ലാവരും കൂടി ഒരു വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചന്ദ്രേട്ടനൊക്കെ പറഞ്ഞ പോലെ അത് വിപുലമാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളിത് ചെറുതായിട്ട് ഇങ്ങനെ പോകണമെന്ന് മാത്രം. നല്ല ആശയമാണ് അത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പരിപാടി ഇവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അയൽവാസികളുടെയും കൂടി ഒരു സഹകരണം. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ. ചുമ്മാ സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.